നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോവുള്ളൂർ. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ഇന്നത്തെ റബ്ബർ വില 31/3/2025 രാവിലെ തിങ്കളാഴ്ച നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. വിപണി മുന്നോട്ട് തന്നെ. കുരുമുളക് വില കുതിച്ച് കയറുന്നു. വെളിച്ചെണ്ണയും വില വൻ കുതിപ്പിലേക്കാണ് പോകുന്നത്. കൊക്കോ അതോ ഇടിഞ്ഞ് വില. ഇന്നത്തെ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില RSS4 1 കിലോ 205, RSS5 1 കിലോ 202. കൊച്ചി ഇന്നത്തെ വില നോക്കുമ്പോൾ RSS4 205, RSS5 202. ഇതാണ് കൊച്ചി വില. റബ്ബർ ഷീറ്റും ഒട്ടുപാലും എടുക്കപ്പെടും. AK റബ്ബർ സ്റ്റോഴ്സ്, കല്ലുംപുറം, എഴുകോൺ, നിയർ പെട്രോൾ പമ്പ്, എഴുകോൺ. റബ്ബർ ടാപ്പിംഗ് വീണ്ടും തുടങ്ങാൻ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നല്ലൊരു മഴ പെയ്തിട്ട് വേണം ഇനി റബ്ബർ ടാപ്പിംഗ് തുടങ്ങാൻ. വളവും ഒക്കെ ഇട്ടിട്ട് വേണം റബ്ബർ ടാപ്പിംഗ് തുടങ്ങാൻ. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചിലവരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ വളരെ നിരാശയിലാണ്. പ്രതീക്ഷിച്ച അത്രയും പാലില്ല. വ്യാപാരി വില കോട്ടയം നോക്കുമ്പോൾ RSS4 1 കിലോ 197, RSS5 1 കിലോ 194. ISNL 178 മുതൽ 178.50 അതേസമയം ഒട്ടുപാൽ 70% DRC ഉള്ള ഒട്ടുപാൽ 120 രൂപ മുതൽ 131 രൂപയാണ് കിലോയുടെ പുറത്ത് കിട്ടുന്നത്. റബ്ബർ വില ഇന്ന് നോക്കുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ്. രാവിലെ നോക്കുമ്പോൾ ഇനി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 1 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ 8360, 8 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ 66,880. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം വാങ്ങിക്കണം 9,120, 8 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ 72,960. സ്വർണം വാങ്ങിക്കുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കടയിൽ പോയി സ്വർണം മേടിക്കുമ്പോൾ GSTയും പണിക്കൂലി ഉൾപ്പെടെ അവർ വാങ്ങിക്കുന്നതായിരിക്കും. കൊക്കോ ഇടിഞ്ഞിരിക്കുന്നു. കൊക്കോ കിലോ 280, കൊപ്ര എടുത്തപടി 173. അതേസമയം കുരുമുളക് നോക്കുമ്പോൾ കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോ 690, പുതിയത് 1 കിലോ 680, ഗാർബിൾഡ് 710 രൂപയാണ് 1 കിലോയുടെ പുറത്ത്. അതേസമയം തേങ്ങ നോക്കുമ്പോൾ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങയ്ക്ക് നാടൻ കിലോ 85 രൂപയുടെ പുറത്തും, വെളിച്ചെണ്ണ 1 ലിറ്റർ മില്ലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ലിറ്റർ 300 രൂപയാണ്. അടയ്ക്ക പഴയത് 300, പുതിയത് 220 രൂപയാണ്. പട്ടിയോ പൂച്ചയോ മാന്തിയാൽ നിസ്സാരമാക്കരുത്. കാരണം നായയോ പൂച്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളോ കടിക്കുകയോ മാന്തുകയോ ചെയ്താൽ മുറിവ് സാരമില്ല എന്ന് പലരും വിചാരിക്കും. പക്ഷേ അത് അവഗണിക്കരുത്. ഉടനെ ആശുപത്രി പോയി പ്രഥമ ചികിത്സ പ്രധാനമാണ്. ചെറിയ പോറലാണെങ്കിൽ പോലും പ്രഥമ ശുശ്രൂഷയ്ക്ക് എത്രയും വേഗം ചികിത്സ നേടണം. നായ നക്കിയാൽ പോലും ചെറിയ മുറിവുള്ള ചർമ്മത്തിലൂടെയും കട്ടി കുറഞ്ഞ ശ്ലേഷ്മ സ്ഥലത്തിലൂടെയും വൈറസ് ശരീരത്തിൽ പെട്ടെന്ന് കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതാണ്. ഈ വീഡിയോ ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി.